നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഉയർന്ന ചൂടിലൊരുങ്ങി കേരളം. 12 ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ യെല്ലോ അലർട്ട്. കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി വരെ ചൂട് ഉയർന്നേക്കും. തെന്മലയിൽ കരടിക്കൂട്ടം. 13 കണ്ണറപ്പാലത്തിന് സമീപമാണ് കരടിക്കൂട്ടത്തെ കണ്ടത്. നാട്ടുകാർ ഭീതിയിൽ. കശുവണ്ടി ഫാക്ടറിയിൽ മോഷണം. 2 പേർ അറസ്റ്റിൽ. കാരിക്കൽ മുളവന സ്വദേശികളാണ് അറസ്റ്റിലായത്. കുണ്ടറ പുളിമുക്ക് കശുവണ്ടി ഫാക്ടറിയിലായിരുന്നു മോഷണം. കാറിൽ മദ്യം കടത്താൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ. കടമാൻകോട് സ്വദേശി സുരേന്ദ്രൻ കാണിയാണ് അറസ്റ്റിലായത്. തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് ഭാരതീപുരത്തു നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. വിശദമായ വാർത്തകളിലേക്ക്. ഉയർന്ന ചൂടിലൊരുങ്ങി കേരളം. 12 ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി വരെ ചൂടുയരുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഉയർന്ന ചൂടിൽ കേരളം ഉരുകുകയാണ്. താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട് ജില്ലയിൽ ഏപ്രിൽ 24 വരെ താപനില 40 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി വരെ ചൂട് ഉയർന്നേക്കും. ഓട്ടോറിക്ഷ തൊഴിലാളികളും ചുമട്ടുതൊഴിലാളികളും ഉൾപ്പെടെ ഏറെ പ്രയാസപ്പെടുകയാണ്. നമ്മുടെ നേരം വെളുത്ത ഇരുട്ടുന്ന വേറെ ചൂട്, രാത്രിയായ കിടക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇവിടെയാണെങ്കിൽ ഒരു വൃക്ഷങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ അനുഭവിക്കുന്ന വേദന ഭയങ്കരമാണ്. അതികഠിനമായ ചൂടാണ്. ഇപ്പോൾ 38, 40, 41 വന്ന് നിൽക്കുന്നുണ്ട് സെൽഷ്യസ്. അപ്പം നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഈ പരിസരത്തൊക്കെ ഒരുപാട് തൊഴിലാളികളെല്ലാം ഉരുണ്ടുകളങ്ങ് മരിക്കുകയായിരുന്നു. ചൂട് കൂടിയിട്ട് വിയർപ്പ് വെള്ളം പറ്റിപ്പോവുക. ശരീരത്തിൻ്റെ വെള്ളം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആൾ താഴോട്ട് പോവുക. ഒരു രക്ഷയില്ല. ഓട്ടത്തിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ആളുകൾ ഇറങ്ങിയാലല്ലേ നമുക്ക് ഓട്ടം കിട്ടുകയുള്ളൂ. ഇവിടെ അങ്ങ് ഒരു മനുഷ്യൻ പോലും ഇറങ്ങി വരില്ല. പിന്നെ ബസ്സുകളാണെങ്കിൽ അവർ വല്ലാത്ത കഷ്ടപ്പാടില്ല. അവരാളിനെ കൊണ്ടുവന്നാലേ ഞങ്ങൾക്ക് ജീവിതമുള്ളൂ. അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ വന്ന് കിടന്ന ഏതാണ്ട് 200 രൂപ ഒരു ദിവസം ഞങ്ങൾക്ക് ഓടിയാൽ കിട്ടും. ചിലപ്പോൾ അത് ഡീസൽ അടിക്കുകയോ അല്ലെങ്കിൽ പെട്രോൾ ഗ്യാസ് നിറയ്ക്കുക ഇതെല്ലാം ചെയ്യുന്നത് അതിൽ നിന്നാണ്. പിന്നെ ചിലവിനാണ് പൈസ ഇല്ല. കടം മേടിക്കേണ്ട അവസ്ഥയാണ്. അതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 11 മുതൽ ഉച്ചകഴിഞ്ഞ് 3 മണി വരെ വെയിലത്ത് ജോലി ചെയ്യാൻ പാടില്ല എന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ടെങ്കിലും ചില മേഖലകളിൽ ജോലി ചെയ്യേണ്ട സാഹചര്യമുണ്ടെന്ന് ആളുകൾ പറയുന്നു. അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ കൊല്ലം ജില്ലയിൽ നൽകിയിട്ടുള്ളത്. കോട്ടയത്ത് 38 ഡിഗ്രി വരെയും ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി വരെയും ചൂട് ഉയരും. തിരുവനന്തപുരത്ത് 36 ഡിഗ്രി വരെ താപനില ഉയരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സാധാരണ താപനിലയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി വരെ കൂടുതലാണിത്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. രാജ്യത്തിന്റെ പുരോഗതിക്കൊപ്പം കോൺഗ്രസിന് നിൽക്കാനായില്ലെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. കോൺഗ്രസിന്റെ സ്ത്രീവിരുദ്ധ സമീപനത്തിനെതിരെ സമരപരിപാടികൾ സംഘടിപ്പിക്കും. 25 മുതൽ ബോധവൽക്കരണ പരിപാടികളും പ്രക്ഷോഭങ്ങളും നടത്തും. BJPയുടെ ഒരു ഔട്ട്റീച്ച് പരിപാടിയും പാളിയിട്ടില്ല. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് 100% വിജയമാണെന്നും താൻ സഭയ്ക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഭാവിയില്ല എന്ന കോൺഗ്രസിന്റെ തിരിച്ചറിവാണ് വനിതാ ബില്ലിനെ കോൺഗ്രസ് എതിർക്കാൻ കാരണമെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. രാജ്യത്തിന്റെ പുരോഗതിക്കൊപ്പം നിൽക്കാൻ കോൺഗ്രസിനായില്ല. കാലാകാലങ്ങളായി ഡീലിമിറ്റേഷൻ താമസിപ്പിച്ചു. കോൺഗ്രസിന്റെ സ്ത്രീവിരുദ്ധ സമീപനത്തിൽ വലിയ സമരപരിപാടികൾ സംഘടിപ്പിക്കും. 25 മുതൽ മണ്ഡലതലങ്ങൾ മുതൽ ബോധവൽക്കരണ പരിപാടികളും പ്രക്ഷോഭങ്ങളും BJP സംഘടിപ്പിക്കുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. ഒരിക്കലും ഇന്ത്യയുടെ ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്നുള്ള കോൺഗ്രസിന്റെ
ടെൻഷനിൽ നിന്നുണ്ടാകുന്നത്. അപ്പം അത് അവരുടെ ഭാവി ഇല്ലെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇത്രയും വലിയ സ്ത്രീ വിരുദ്ധ സമീപനവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുള്ളത്. ഇതെല്ലാം താഴെ തട്ട് വരെ കേരളത്തിൽ ഇലക്ഷൻ ഉള്ള സമയം, ഇലക്ഷൻ ഇല്ലാത്ത സമയം, ഇന്ത്യ മഹാരാജ്യത്ത് ബൈ ഇലക്ഷനുകളോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇലക്ഷനുകളോ ഇല്ലാത്ത ഒരു വർഷവും എല്ലാ വർഷങ്ങളും. അപ്പൊ ഇത്തരത്തിലുള്ള നിയമനിർമ്മാണം നടത്തുമ്പോൾ ഇലക്ഷൻ നോക്കി നിൽക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിയില്ല. ഇവർ സ്വീകരിച്ചിട്ടുള്ള ഈ സ്ത്രീവിരുദ്ധ സമീപനം, ഇത് താഴെ തട്ട് വരെയുള്ള പ്രവർത്തനങ്ങൾ ഏതൊരു സാധാരണക്കാരനും ബോധ്യമാകുന്ന കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും സ്ത്രീവിരുദ്ധ സമീപനം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള സമര പരിപാടികൾ ഭാരതീയ ജനതാ പാർട്ടി ആവിഷ്കരിക്കും. അതിന്റെ പ്രചരണ പരിപാടികൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. 25-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ, 23-ന് തിരുവനന്തപുരത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം ഉണ്ടാവും. 25 മുതൽ 30 വരെ ജില്ലാതലത്തിലും മണ്ഡലതലത്തിലും ബോധവൽക്കരണവും പ്രക്ഷോഭവും ഈ ബില്ലിനെ എതിർത്ത കോൺഗ്രസ്, ഇടത്, ഇന്ത്യ മുന്നണി സമീപനത്തെ പാർട്ടി സ്വീകരിക്കും. കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിലെത്തുമെന്ന് വിശ്വസിക്കുന്നില്ല. ബില്ലിനെക്കുറിച്ചല്ല, കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയാകുമെന്നാണ് കോൺഗ്രസിൽ നടക്കുന്ന ചർച്ച. ബില്ലിനെതിരെ കോൺഗ്രസ് കാണിച്ചത് മണ്ടത്തരമാണ്. കേരളത്തിൽ BJP മുന്നേറും. ഏറ്റവും മികച്ച പ്രകടനം BJP കാഴ്ചവെക്കും. BJPയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് 100% വിജയമാണ്. ഒരിക്കലും സഭയ്ക്കെതിരെ താൻ പരാമർശം നടത്തിയിട്ടില്ല. സഭയുടെ മുഖപത്രത്തിനെതിരെയാണ് പരാമർശം നടത്തിയിട്ടുള്ളത്. രാജ്യവിരുദ്ധ ശക്തികളെ താൻ എതിർക്കുമെന്നും കൊല്ലം പ്രസ് ക്ലബിൽ ഷോൺ ജോർജ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കാറിൽ മദ്യം കടത്താൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ. കടമാൻകോട് സ്വദേശി സുരേന്ദ്രൻ കാണിയാണ് അറസ്റ്റിലായത്. തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡാണ് ഭാരതീപുരത്തു നിന്നും ഇയാളെ പിടികൂടിയത്. കാറിൽ നിന്നും 1 ലിറ്ററിന്റെ 10 കുപ്പി മദ്യം പിടികൂടി. തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് അഞ്ചൽ, ഏരൂർ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് കാറിൽ കടത്താൻ ശ്രമിച്ച മദ്യവുമായി ഒരാളെ പിടികൂടിയത്. കടമാൻകോട് മുരളി ഭവനിൽ 52-കാരനായ സുരേന്ദ്രൻ കാണിയാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ രാത്രി ഭാരതീപുരം ജംഗ്ഷനിലായിരുന്നു പരിശോധന. ഫ്ലൈയിംഗ് സ്ക്വാഡ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് സുരേന്ദ്രൻ സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞത്. വാഹനത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ 1 ലിറ്ററിന്റെ 10 കുപ്പി മദ്യം ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയായിരുന്നു. പിടിച്ചെടുത്ത മദ്യവും കാറും ഉൾപ്പെടെ ഏരൂർ പോലീസിന് കൈമാറി. വൈദ്യപരിശോധനകൾ പൂർത്തീകരിച്ച് ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അതിശക്തമായ ചൂടിൽ വെന്തുരുകി പുനലൂർ. 40 ഡിഗ്രി സെൽഷ്യസ് ആണ് പുനലൂരിലെ ചൂട്. സംസ്ഥാനത്തെ ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തുന്ന നഗരമായി പുനലൂർ മാറുകയാണ്. മുൻ വർഷങ്ങളെക്കാൾ ഏപ്രിലിൽ കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. ഭയങ്കര ചൂടാണ്. 41-42 ഡിഗ്രി കണ്ട ചൂടാണ്. സാധനങ്ങളെല്ലാം നശിച്ചു പോവുക. ആൾക്കാർ ഇറങ്ങുന്നില്ല ചൂട് കാരണം. ദേഹം മൊത്തം പൊള്ളി ചൂട് കാരണം. ഇരിക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ചൂട്. സാധനങ്ങളെല്ലാം നശിച്ച് വാരിക്കളയും ഓരോ ദിവസവും. കച്ചവടമേ ഇല്ല ചൂട് കാരണം. ചൂട് കൊണ്ട് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ. ഒരിടത്ത് ഇരിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയായി. വെള്ളവും ഇല്ല, കുടിവെള്ളം പോലും കിട്ടാൻ ബുദ്ധിമുട്ടായി ചൂട് കാരണം. ചൂട് കഠിനമായതോടെ പുനലൂരിന്റെ ഉയർന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ്. 11 മണി കഴിഞ്ഞാൽ പുനലൂരിന്റെ നിരത്തുകൾ ഇപ്പോൾ ശൂന്യമാണ്. കടകമ്പോളങ്ങളിലും ഓട്ടോറിക്ഷ, ടാക്സി സ്റ്റാൻഡുകളിലും കടുത്ത പ്രതിസന്ധിയാണ് ചൂട് തീർത്തിട്ടുള്ളത്. ചൂടൊക്കെ ഭയ ചൂടത്തിൽ പറഞ്ഞ ആൾക്കാർ ഇറങ്ങില്ലെത്തി പറഞ്ഞു. കച്ചവടം മൊത്തം എല്ലാവരും മോശം വന്നോണ്ടിരിക്കുന്നത്. ചൂട് എന്ന് പറഞ്ഞാൽ ആകെ മൊത്തം വിശ്വട്ടിക്കത്തി പറഞ്ഞു. അങ്ങനെ വലിയ ചൂടത്തി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇപ്പൊ കച്ചവടം ഫുള്ള് മോശം ഇപ്പം എന്ന് പറഞ്ഞാൽ വെയിൽ കാരണം ആരും പുറത്തിറങ്ങുന്നില്ലെത്തി പറഞ്ഞു. ഇവിടെ എന്ന് പറഞ്ഞാൽ കച്ചവടം എന്ന് പറഞ്ഞാൽ ഫുള്ളും മോശം എത്തിയും പറഞ്ഞു. രാവിലെ മൊത്തം എന്ന് പറഞ്ഞാൽ വിഷമിച്ചിരിക്കത്തി പറഞ്ഞു. ഈ വെയിൽ കാരണം പറഞ്ഞാൽ ഇപ്പൊ ഒന്നാമത് ഈ സർക്കാരിന്റെ വകുപ്പുള്ള ഓർഡർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ വെയിൽ കൂടുതൽ ആൾക്കാർ സ്റ്റാഫ് നിർത്താൻ പറ്റില്ല. വന്നിട്ട് പോലും ഭയങ്കര ചൂടായിട്ടിരിക്കും പറഞ്ഞു. കുട ചൂടാതെ പകൽ സമയത്ത് നഗരത്തിലൂടെ നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. മരങ്ങളുടെ തണലും കടത്തിണ്ണകളിലെ തണുപ്പിലുമാണ് നഗരത്തിലെത്തുന്നവർ അഭയം തേടുന്നത്. പുനലൂർ നഗരത്തെ കീറിമുറിച്ച് കല്ലടയാർ കടന്നു പോകുന്നുണ്ടെങ്കിലും ചൂടിനെ പ്രതിരോധിക്കാൻ നീരൊഴുക്കിനും കഴിയുന്നില്ല. കല്ലടയാറ്റിലെ ജലനിരപ്പ് നന്നേ താഴ്ന്നിരിക്കുന്നു. കല്ലടയാറ്റിലേക്ക് ഒഴുകിയെത്തുന്ന ചെറുതോടുകൾ മിക്കതും വറ്റി വരണ്ടു. പുനലൂരിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സായ തെന്മല ഡാമിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. തമിഴ്നാട്ടിലെ ചുരം കടന്നെത്തുന്ന ശീതക്കാറ്റാണ് പുനലൂരിലെ കടുത്ത ചൂടിന് കാരണമെന്ന് പറയപ്പെടുമ്പോഴും ശാസ്ത്രീയമായ പഠനം നടത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിൽ നിന്നുള്ള ശീതക്കാറ്റാണ് ചൂടിന് കാരണമെങ്കിൽ ആര്യങ്കാവിലും തെന്മലയിലും പുനലൂരിൽ അനുഭവപ്പെടുന്ന ചൂടിന്റെ അത്രയും ചൂട് അനുഭവപ്പെടുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും പുനലൂരിലെ നിലവിലെ ചൂട് മനുഷ്യന് താങ്ങാൻ കഴിയാവുന്നതിലും അധികമാണ്. ചൂട് പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു വെളിയിലോട്ട് പോകാൻ പോലും പറ്റത്തില്ല, കണ്ണ് കാണാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള അന്തരീക്ഷമാണ്. ചൂടെന്ന് പറഞ്ഞാൽ ഒരു 60 ഡിഗ്രിയുടെ അടുത്തുള്ള അത്രയും ഇതാണ് നമുക്ക് തോന്നുന്നത്. വഴിയാത്രക്കാരെയും വഴിവാണിഭക്കാരെയും ചെറുകിട കച്ചവടക്കാരെയും ചൂട് ശക്തമായി ബാധിച്ചിട്ടുണ്ട്. വ്യാപാര മേഖലയാകട്ടെ തകർച്ചയുടെ വക്കിലുമാണ്.
ചൂട് മൂലം സാംക്രമിക രോഗങ്ങൾ പടരാൻ സാധ്യതയേറെയാണ്. ഭയങ്കര ചൂടാ, നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല വെളിയിലോട്ട്. ശരീരം എല്ലാം അങ്ങ് വല്ലാതെ വരുവാ വെയിൽ കൊണ്ട്. ഒരു നിവൃത്തിയില്ലാത്തോണ്ട് ഇന്ന് മരുന്ന് മേടിക്കാൻ ഇറങ്ങി വന്നതാ. വെയിറ്റിംഗ് ഷെഡ് ഇവിടെ ഇല്ല, അവിടെ ഉള്ളൂ, എങ്ങും ഇല്ല. ഇതൊരു ചന്തയുടെ അവിടെ വന്ന് നിന്ന് ബസ്സിന് പോകണ്ടപ്പോ ഞങ്ങൾ ചന്തയുടെ അവിടെ ഇവിടെ വന്ന് നിന്ന് കണലത്തോട്ട് മാറി നിന്നിട്ട് വണ്ടി വരുമ്പോൾ കയറി പോവുക. ഞങ്ങൾക്ക് ഒട്ടും നിൽക്കാൻ വയ്യ. സൂര്യാഘാതമേൽക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. നഗരസഭയിൽ വാളക്കോടാണ് സൂര്യാതപം അളക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം 39.5 ഡിഗ്രിയാണ് ചൂട് രേഖപ്പെടുത്തിയത്. തൽസ്ഥിതി തുടരുകയാണെങ്കിൽ ചൂട് ഇനിയും കൂടും. കടുത്ത ചൂടിനിടയിൽ പൊടി പറത്തിയെത്തുന്ന ചൂട് കാറ്റും ജനങ്ങളെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ചൂട് സഹിക്കുകയ്യ, ഭയങ്കരമായ ചൂട്, അതിഗംഭീരമായ ചൂട്. ഏതാണ്ട് ഒരു 10-25 വർഷത്തിനകത്ത് ആദ്യമായിട്ടാണ് ഈ ഇത്രയും വലിയ ചൂട് കാണുന്നത്. ഭയങ്കരമായ ചൂട്. ഇനി അടുത്ത മാസം ആകുമ്പോഴത്തേന് പൊതുവായി അറിയപ്പെടുന്നത് 46 ഡിഗ്രി വരെ ആകുന്നതാണ്. 46 ഡിഗ്രി അത് നിന്ന് കത്തും. നല്ല ചൂടാണ്. ചൂട് കാരണം വളരെ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ വ്യാപാരമൊക്കെ വളരെ കുറവാണ്. ആൾക്കാർ ടൗണിൽ ഇറങ്ങുന്നില്ല. വളരെ ബുദ്ധിമുട്ടിലായപ്പോൾ കൂടുതലാണ്, വളരെ കൂടുതലായപ്പോൾ ആൾക്കാർ ടൗണിൽ ആൾക്കാർ ഇറങ്ങുന്നില്ല ചൂട് കാരണം. വ്യാപാരങ്ങളൊക്കെ ഇപ്പോൾ വളരെ മോശമായിട്ടിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെന്മലയിൽ കരടിയെ കണ്ടിട്ടും നടപടി സ്വീകരിക്കാതെ വനം വകുപ്പ്. തെന്മല 13 കണ്ണറ പാലത്തിന് സമീപമാണ് കരടിയും 2 കുട്ടികളെയും നാട്ടുകാർ കണ്ടത്. ജനവാസ മേഖലയിലാണ് കരടിയെ കണ്ടത്. ഇതിനാൽ നാട്ടുകാർ ഭീതിയിലാണ്. തെന്മല 13 കണ്ണറ പാലത്തിന് സമീപമാണ് കരടിയെ കണ്ടത്. ജനവാസ മേഖലയിൽ 2 കുട്ടികൾ ഉൾപ്പെടുന്ന കരടിക്കൂട്ടത്തെ കണ്ടിട്ട് വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. നിരവധി വിനോദസഞ്ചാരികൾ 13 കണ്ണറ പാലം കാണാനായി എത്തുന്നുണ്ട്. കരടികൾ സഞ്ചാരികളുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തതായും പറയുന്നു. ചൂട് കൂടുതലായതിനാൽ വെള്ളം കുടിക്കാനും കാട്ടിൽ കായ്കനികളുടെ കുറവുമാണ് ആറിന്റെ തീരത്തേക്ക് കരടികൾ വരാൻ കാരണമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാട്ടിലേക്ക് ഓടിച്ചുവിടുക എന്നത് പ്രയാസമേറിയ കാര്യമാണെന്നും കൂടുവെച്ച് പിടിക്കുക എന്നുള്ള മാർഗമാണ് മുന്നിലുള്ളതെന്നും കുഞ്ഞുങ്ങളുള്ളതിനാൽ അത് പ്രയാസമുള്ള കാര്യമാണെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 1 മാസമായി ഈ പാറയിൽ കരടിയുണ്ടെന്ന് നാട്ടുകാരും പറയുന്നു. കരടിയുടെ ആക്രമണം പുലിയുടെ 10 മടങ്ങ് ശക്തിയുള്ളതിനാൽ കരടിയെ ഉൾവനത്തിലേക്ക് അയക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ കരടിയും കുഞ്ഞും ഏതാണ്ട് 1 മാസത്തോളം കാലമായി തെന്മല MSL ഭാഗത്ത് വളരെ ആശങ്ക ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളോട് ഉള്ളതുകൊണ്ട് നാട്ടുകാർക്കോ മറ്റുള്ള ആൾക്കാർക്കോ അതിൻ്റെ അപ്പുറത്ത് പോകാനോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇപ്പുറത്തും വരാൻ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മുടെ റോഡ് കടന്ന മലയ്ക്ക് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കും മറ്റുള്ള ആൾക്കാർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനുള്ള ഒരു നടപടി ഫോറസ്റ്റുകാരോ മറ്റുള്ള നാട്ടുകാരോ ചെയ്യണമെന്നാണ് അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തെന്മല. ക്ഷേത്ര പുരയിടത്തിന്റെ സംരക്ഷണ മതിൽ പൊളിച്ചുമാറ്റി. പോരുവഴി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ പുരയിടത്തിന്റെ സംരക്ഷണ മതിലാണ് പൊളിച്ചത്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി. പോരുവഴി ശാസ്താനട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ പുരയിടത്തിന്റെ സംരക്ഷണ മതിലാണ് പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. ക്ഷേത്രഭൂമിയുടെ കിഴക്കുഭാഗത്ത് കാവിനോട് ചേർന്ന മതിലാണ് പൊളിച്ചു നീക്കിയിട്ടുള്ളത്. രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധരാണ് പാറ ഉപയോഗിച്ച് കെട്ടിയ സംരക്ഷണ മതിൽ പൊളിച്ചത്. സംഭവത്തിൽ ദേവസ്വവും ഉപദേശക സമിതിയും പോലീസിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കശുവണ്ടി ഫാക്ടറിയിൽ മോഷണം നടത്തിയ പ്രതികൾ അറസ്റ്റിൽ. കാരിക്കൽ മുളവന സ്വദേശികളാണ് അറസ്റ്റിലായത്. കുണ്ടറ BSNL ഓഫീസിന് സമീപത്തെ പുളിമുക്ക് കശുവണ്ടി ഫാക്ടറിയിലാണ് മോഷണം നടന്നത്. 5 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങളാണ് മോഷ്ടിച്ചത്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ആശുപത്രിമുക്ക് BSNL ഓഫീസിന് എതിർവശം പ്രവർത്തിച്ചിരുന്ന പുളിമുക്ക് കശുവണ്ടി ഫാക്ടറിയിലാണ് മോഷണം നടത്തിയത്. 30 വർഷത്തിലേറെയായി 250-ലധികം തൊഴിലാളികൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഫാക്ടറിയാണിത്. നിലവിൽ കശുവണ്ടിയുടെ ലഭ്യതക്കുറവ് മൂലം കുറച്ചു നാളുകളായി കമ്പനി പ്രവർത്തിക്കാത്ത സ്ഥിതിയിലാണ്. ഇവിടെ കൃഷിയും സെക്യൂരിറ്റിയുമായി ഒരാളുണ്ട് എന്നതറിയാതെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഫാക്ടറിയുടെ പിന്നിലെ മതിൽ ചാടിക്കടന്ന് മുറികളിലെ ഫാനുകൾ, മെഷീൻ പാർട്സുകൾ, 25ഓളം മോട്ടോറുകൾ, അലുമിനിയം പാത്രങ്ങൾ, ത്രാസുകൾ തുടങ്ങി 5 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങളാണ് മോഷ്ടിച്ചത്. കാരിക്കൽ സ്വദേശി മൊട്ട സുജിത്ത്, മുളവന സ്വദേശിയായ ആദർശ് അപ്പൂസ് എന്നിവരാണ് കുണ്ടറ പോലീസിന്റെ പിടിയിലായത്. സമീപ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത്. മുക്കടയിലുള്ള ആക്രിക്കടയിൽ നിന്നും തൊണ്ടിമുതലുകൾ പൂർണ്ണമായും ലഭിച്ചിട്ടില്ലെന്നും ഇവരെ കൂടാതെ കൂട്ടുപ്രതികളുണ്ടെന്നും അന്വേഷണത്തിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂവെന്നും കുണ്ടറ പോലീസ് പറഞ്ഞു. പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.
ഇളമ്പള്ളൂർ മഹാദേവി ക്ഷേത്രത്തിലെ 10ാം ഉദയ മഹോത്സവത്തിന്റെ ഭാഗമായി താലപ്പൊലിയും വിളക്കും ചെണ്ടമേളവും വർണ്ണാഭമായ ഘോഷയാത്രയും നടന്നു. മുണ്ടയ്ക്കൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു താലപ്പൊലിയും ഘോഷയാത്രയും നടത്തിയത്. ഇളമ്പള്ളൂർ ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ 10ാം ഉദയ മഹോത്സവത്തിന്റെ ഭാഗമായാണ് താലപ്പൊലിയും വിളക്കും ചെണ്ടമേളവും വർണ്ണാഭമായ ഘോഷയാത്രയും നടത്തിയത്. മുണ്ടയ്ക്കൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ചോലക്കൽ ശ്രീ യോഗീശ്വര ക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. വിവിധ ക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം നടത്തി ത്രിവേണി ജംഗ്ഷൻ വഴി ഇളമ്പള്ളൂർ മഹാദേവി ക്ഷേത്രത്തിൽ ഘോഷയാത്ര സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. എഴുകോൺ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. നെടുമ്പായിക്കുളം ESI വാർഡാണ് ജലക്ഷാമം നേരിടുന്നത്. മിക്കയിടത്തും കിണറുകൾ വരണ്ടു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളിലും വെള്ളമില്ലാത്ത സ്ഥിതിയാണ്. എഴുകോൺ ഗ്രാമപഞ്ചായത്തിലെ നെടുമ്പായിക്കുളം ESI വാർഡിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായുള്ളത്. കിണറുകളെല്ലാം വറ്റിവരേണ്ട സ്ഥിതിയിലാണ്. കുടിവെള്ളം എത്തിക്കേണ്ട വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളും ശൂന്യമാണ്. പുലർച്ചെ 1 മുതൽ 2 വരെ മാത്രമാണ് ഇവിടെ വെള്ളം ലഭിക്കുന്നത്. ഉണർന്നിരുന്ന് വെള്ളം ശേഖരിക്കാമെന്ന് വെച്ചാലും തുള്ളി മാത്രമായാണ് പലപ്പോഴും വെള്ളം കിട്ടുക. 1 മണിക്കൂർ കാത്തിരുന്നാൽ അര ബക്കറ്റ് വെള്ളം പോലും കിട്ടാത്ത സ്ഥിതിയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. 2 മാസമായി ഒട്ടും വെള്ളമില്ല. ഇവിടെ 2 കെട്ടിടം കണ്ട് പാളം കയറിട്ട് കോരുക. അല്ല ഒട്ടും അതിലും ഇല്ല, മോട്ടറും പിടിക്കത്തില്ല, ഒന്നുമില്ല, കോരുക 2 മാസം കൊണ്ട്. ഇല്ല 2 പാട്ടിൽ എനിക്ക് ഇല്ല, ഒഴിഞ്ഞ് തൊഴിൽ കൊണ്ട് കുഴിക്കാനും ഒക്കുന്നില്ല. ഇത് തൊടി അടിഞ്ഞിരുന്നു പോയത്. പിന്നെ വെള്ളം ഇറക്കുക, ഇല്ല കറിയാ ഇറക്കും. വെള്ളം വിതരണം ചെയ്യുന്നുണ്ടെന്നും പമ്പ് ചെയ്യുന്ന വെള്ളം എല്ലാവർക്കും ലഭ്യമാകുന്നുണ്ടെന്നുമാണ് അധികൃതർ പറയുന്നത്. ഇതേസമയം ചിലർ ടാങ്കുകൾ കുഴിച്ചിട്ടും മറ്റും നേരത്തെ തന്നെ വെള്ളം ശേഖരിച്ച് മാറ്റുന്നതായും പരാതിയുണ്ട്. വാട്ടർ അതോറിറ്റി ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നില്ല എന്നാണ് പരാതി ഉയർന്നിട്ടുള്ളത്. വെള്ളം ഒട്ടും അഥവാ വന്നാലും തുള്ളിയായിട്ടേ വരത്തുള്ളൂ. രാത്രി 12 മണി കഴിഞ്ഞേ വെള്ളം വരത്തുള്ളൂ. പഞ്ചായത്തുകാരെ അറിയിച്ചു, വെള്ളം വന്നില്ല. വാട്ടർ അതോറിറ്റി അറിയിച്ചു, വെള്ളം വന്നില്ല. മെമ്പറെ വിളിച്ചു പറഞ്ഞു, മെമ്പർക്ക് അനക്കമില്ല. വാട്ടർ അതോറിറ്റി വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. പിന്നെ ഓഫീസിൽ ചെന്ന ആളില്ല, ഫോൺ എടുക്കത്തില്ല. പിന്നെ വെള്ളം മേടിക്കുവാണ്, 250 രൂപ കൊടുത്ത് മേടിക്കുവാണ്. ഇപ്പൊ റോഡ് പണി ആയതുകൊണ്ട് വെള്ളം ഇങ്ങോട്ട് വരത്തില്ല, വണ്ടി ഇങ്ങോട്ട് വരത്തില്ല. ഇവിടെ ഈ ഏരിയയിലെങ്ങും വെള്ളമില്ല. ഇല്ല, പഞ്ചായത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നില്ല. വന്നതേ ഇല്ല, ഈ വർഷം വന്നതേ ഇല്ല. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം പഞ്ചായത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. മെമ്പർ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രദേശത്തേക്ക് റോഡ് പണി നടക്കുന്നതിനാൽ 7 ദിവസത്തേക്ക് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതുമൂലം ഇവർക്ക് വെള്ളം ലഭിക്കണമെങ്കിൽ കിലോമീറ്ററോളം മറ്റുള്ളവരുടെ വസ്തുവിൽ കൂടി നടന്ന് ദേശീയപാതയോരത്ത് എത്തേണ്ട സ്ഥിതിയാണ്. ഞങ്ങൾക്ക് ഇവിടെ 2 മാസമായിട്ട് വെള്ളം കിട്ടുന്നില്ല. വാട്ടർ അതോറിറ്റിയുടെ ബില്ല് കൃത്യമായി തന്നെ ഇവിടെ വരുന്നുണ്ട്. AA വിളിച്ചാലും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിളിച്ചാലും അവരാരും ഫോൺ എടുക്കാറുമില്ല. ഞങ്ങൾ നേരിട്ട് അവരെ ഓഫീസിൽ കാണാൻ ചെന്നാൽ അവരാരും ഓഫീസിലും ഇല്ല. എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കഴിഞ്ഞ ദിവസവും ഞാൻ ഓഫീസിൽ പോയി, അവരാരും ഇല്ല. പിന്നെ AA വിളിച്ചപ്പോൾ പറഞ്ഞു അവിടെ എന്തോ പണി നടക്കുന്നുണ്ട്, 2 ദിവസത്തിനകം വെള്ളം തരാമെന്ന് പറഞ്ഞു. പക്ഷെ 2 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പം 10-12 ദിവസത്തോളമായി ഒരു തുള്ളി വെള്ളം ഞങ്ങൾക്ക് ഈ പ്രദേശത്ത് കിട്ടുന്നില്ല. അടിയന്തര പ്രാധാന്യത്തോടെ പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ഉറക്കൊഴിഞ്ഞ് ഇത്രയും വെള്ളം പിടിക്കുകയും വേണം. അത് പൊടി കുഞ്ഞുങ്ങൾ മൂത്രം മൂലമൊക്കെ വെള്ളം വരക്കാം കേട്ടോ. എന്തിനാ വേണ്ട, ഒന്നും ഞങ്ങൾക്ക് വെള്ളം തരണ്ട. ബില്ല് കിട്ടുമല്ലോ, കട്ടായിട്ടാണ് നിൽക്കും. എന്തായാലും ഉറപ്പില്ലാട്ട് ഇതിന് ഒന്നും ഞങ്ങൾക്ക് വെള്ളം കിട്ടണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പൈസ അടയ്ക്കത്തുമില്ല. ഇതിപ്പോ 2 മാസം കൂടുതലായി. പൊടി പോലെ ഇവിടുന്ന് ഇത്രയും പൈസ ഇവിടുന്ന് ജോലിയും വില ഇല്ലാത്തവർക്കൊക്കെ എന്ത് ചെയ്യും? ഇത്രയും വീട്ടുകാർക്ക് വെള്ളം ഇല്ലാതെ ഞങ്ങൾ എന്തോ ചെയ്യും? ജോലിയും വില ഇല്ലാത്തവർക്ക്, പണിയില്ലാത്തവർക്കൊക്കെ എവിടെ വെള്ളം മേടിക്കുന്നോ? ന്യൂസ് ബ്യൂറോ, കുണ്ടറ. തെന്മല ഡാം ജംഗ്ഷനിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയത എന്ന ആക്ഷേപം. യാത്രക്കാർക്ക് ഇരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒറ്റക്കമ്പി മാത്രം ഘടിപ്പിച്ചാണ് ഇരിപ്പിടം നിർമ്മിച്ചിട്ടുള്ളത്. വെയിറ്റിംഗ് ഷെഡിന് മേൽക്കൂരയുമില്ല. തെന്മല ഡാം ജംഗ്ഷനിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിലെ ഇരിപ്പിടമാണ് അശാസ്ത്രീയമായി നിർമ്മിച്ചിട്ടുള്ളത്. യാത്രക്കാർക്ക് ഇരിക്കാൻ കഴിയാത്ത രീതിയിൽ ഇടുങ്ങിയ ഭാഗത്ത് ഒരു സ്റ്റീൽ കമ്പി മാത്രം ഘടിപ്പിച്ചാണ് ഇരിപ്പിടം നിർമ്മിച്ചിട്ടുള്ളത്. ഞാൻ മണിക്കൂറുകളൊന്നും അവിടെ നിൽക്കുമായിരുന്നു. എന്നിട്ടൊന്ന് ഇരിക്കാന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേനും അതായത് മനുഷ്യന് ഇരിക്കാൻ പറ്റുന്ന രീതിയിലല്ല ഈ ബെഞ്ച് തയ്യാറാക്കി ഇട്ടേക്കുന്നത്. ഇതിനകത്ത് ഏത് കോൺട്രാക്ട് ചെയ്താലും ഏത് വകുപ്പിൽ ചെയ്താലും ഇത്
മനുഷ്യനെ ഉപയോഗിക്കാനുള്ള രീതിയിൽ വേണ്ട ചെയ്യാൻ. നമുക്കൊരു 5 മിനിറ്റ് പോലും ഇത് ഇരിക്കാനൊക്കത്തില്ല. അപ്പോഴത്തേനും കാലും ദേഹവും മൊത്തത്തിൽ വേദനയാവും. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വെയിറ്റിലിട്ട് പണിയുക, സർക്കാർ പൈസകൾ ഇങ്ങനെ അനാവത്താക്കി ചെലവാക്കുക എന്നുള്ള ഏക ലക്ഷ്യം ഇതിലൂടെ തട്ടിപ്പാടാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്തിട്ടേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമല്ലോ. ടൂറിസ്റ്റുകൾ ഒരുപാട് ആൾക്കാർ വന്ന് മറിയുന്നതാണ് ഈ ഡാമിൽ. അപ്പോഴത്തേനും അവർക്കൊന്ന് കുഞ്ഞു കുട്ടികൾക്ക് പോലും ഇരിക്കാനൊക്കാത്തൊരു കണ്ടീഷനിലാണ് ഈ ഒരു ബെഞ്ച് ഇവിടെ നിർമ്മിച്ചിട്ടേക്കുന്നത്. കാത്തിരിപ്പ് കേന്ദ്രത്തിന് മേൽക്കൂരയുമില്ല. ഇതുമൂലം പക്ഷികളുടെ കാഷ്ടം യാത്രക്കാരുടെ മേൽ വീഴുന്നതും പതിവാണ്. ഡാം സന്ദർശിക്കാനെത്തുന്ന ആളുകളുടെ ഏക ആശ്രയമാണ് ഈ വെയിറ്റ് ഷെഡ്. മഴ പെയ്താൽ കയറി നിൽക്കാൻ പോലും സൗകര്യമില്ലാത്ത സ്ഥിതിയിലാണ് തദ്ദേശീയരും വിദേശീയരുമായ സഞ്ചാരികൾ. അപ്പോൾ ഇത് തീർത്തും അവർ എന്താ പറയുക, ഒരു ജനങ്ങളെ മുതലെടുക്കുക എന്നുള്ള ഏക ലക്ഷ്യം മാത്രമാണ്. ഈ ഫണ്ടുകൾ തട്ടിച്ചെടുക്കുക, ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് മാന്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. ഈ ബെഞ്ചിൻ്റെ തന്നെ ഫോട്ടോ ഒന്ന് സാറിന് എടുത്ത് നോക്കി ഇതിനകത്ത് എങ്ങനെ മനുഷ്യന് ഇരിക്കാൻ പറ്റുമോ, ഇരിക്കാൻ പറ്റുന്ന രീതിയിലല്ല അവർ ചെയ്തിട്ടേക്കുന്നത്. ഇതാ ജനങ്ങൾക്ക് നിരന്തരമായി കാണിക്കുന്നത്. നമുക്കൊരു പഞ്ചായത്ത് ഭരണസമിതിയിലോ അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പറോ ഒന്നും ഇത് ചോദ്യം ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു ടൂറിസ്റ്റ് മേഖലയിൽ ഇങ്ങനെയുള്ള അഴിമതികൾ സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തെന്മല. പ്രധാന വാർത്തകൾ വീണ്ടും. ഉയർന്ന ചൂടിലൊരുങ്ങി കേരളം. 12 ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ യെല്ലോ അലർട്ട്. കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി വരെ ചൂട് ഉയർന്നേക്കും. തെന്മലയിൽ കരടിക്കൂട്ടം. 13 കണ്ണറപ്പാലത്തിന് സമീപമാണ് കരടിക്കൂട്ടത്തെ കണ്ടത്. നാട്ടുകാർ ഭീതിയിൽ. കശുവണ്ടി ഫാക്ടറിയിൽ മോഷണം. 2 പേർ അറസ്റ്റിൽ. കാരിക്കൽ മുളവന സ്വദേശികളാണ് അറസ്റ്റിലായത്. കുണ്ടറ പുളിമുക്ക് കശുവണ്ടി ഫാക്ടറിയിലായിരുന്നു മോഷണം. കാറിൽ മദ്യം കടത്താൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ. കടമാൻകോട് സ്വദേശി സുരേന്ദ്രൻ കാണിയാണ് അറസ്റ്റിലായത്. തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് ഭാരതിപുരത്തു നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.